ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. സോ എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോണു? അടിപൊളിയായിട്ട് പോണു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് നമുക്ക് എപ്പോഴും ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളതിനൊക്കെ ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. മെസ്സേജ് അയക്കാം. വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും മെസ്സഞ്ചറിലായാലും കമൻറ്റിലായാലും എങ്ങനെയായാലും നമ്മൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓരോരോ ലെസൺസ് ആയിട്ടാണ് എപ്പോഴും വരാറ്. പക്ഷേ ഇന്നൊരു കൊച്ചു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ഓൾറെഡി ട്രേഡ് ചെയ്യുന്നുണ്ട്. കുറേ പേര് പുതുതായി ട്രേഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു ഡൗട്ടാണ്, അതായത് എങ്ങനെയാണ് ട്രേഡിംഗ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് ട്രേഡിംഗ് പഠിക്കേണ്ടത്. എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ്, ട്രേഡിംഗ് വീഡിയോസ് കണ്ടാൽ പഠിക്കാൻ പറ്റുമോ, അതല്ല കോഴ്സ് എടുത്തിട്ട് പഠിക്കണോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങളുണ്ട്. സോ ഇതിനൊക്കെ ഒരു ആൻസർ എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ട്രേഡിംഗ് പഠിക്കാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് വീഡിയോ, അത് ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, എന്തുമാവട്ടെ, നമ്മുടെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ഭാഷയിലൊക്കെ ആണെങ്കിലും ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്മാർട്ട് മണിയിലേക്കൊക്കെ വന്നാൽ ഡയറക്റ്റ് സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഉണ്ട്. ICTയുടെ തന്നെ ഡയറക്റ്റ് ചാനലും വീഡിയോസും എല്ലാം ഉണ്ട്. സോ ഒരുപാട് വീഡിയോ അവൈലബിൾ ആണ്. നല്ല നല്ല ഇൻഫർമേഷൻ തരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് വീഡിയോ കണ്ട് പഠിച്ചാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റ് ചിലർക്കാണെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവില്ല. ഒരു മെൻറ്ററിൻ്റെ സഹായം വേണ്ടി വരും, ഒരു മെൻറ്റർ വേണ്ടി വരും. ചിലർക്ക് 1-to-1 മെൻറ്റർഷിപ്പ് വേണ്ടി വരും. ചിലർക്കാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നാലേ പഠിക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെയും IQ അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും നോളേജിൻ്റെ ലെവൽ അനുസരിച്ച് മാറി മാറിയിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പം നിങ്ങളും എന്നോട് വന്നിട്ട് വീഡിയോ കണ്ട് പഠിച്ചാൽ മതിയോ, മെൻറ്ററിൻ്റെ കോഴ്സ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ നിങ്ങൾ അതുപോലെ പഠിക്കുക. ഇനി നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല നല്ല ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സ് എടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അതായത് പലരും പറയും കോഴ്സ് എന്തിനാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഒരു തെറ്റൊന്നുമില്ല. നല്ല കോഴ്സസ് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കാരണം ഒരു മെൻറ്റർ ഉണ്ടാവുന്നതും ആ മെൻറ്ററിൽ നിന്നൊരു കാര്യങ്ങൾ കിട്ടുന്നതും അതും നമ്മൾ സ്വയം പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് സ്വയം പഠിച്ചു കഴിഞ്ഞാൽ 100%ഉം അവർക്കത് സക്സസ് ആവാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് വേണ്ട. അല്ലാത്തവർക്ക് നമുക്കൊരു ഗുരു ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാര്യമാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനും അതുപോലെ നമുക്ക് ചിലപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ കമ്മ്യൂണിറ്റിയൊക്കെ കിട്ടും. നമ്മുടെ ആ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ പഠിച്ച സ്റ്റുഡൻസ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കുന്നത്, ചുമ്മാ ഒരു തിയറി പഠിപ്പിച്ച് വിടുന്ന ഒരു കോഴ്സ് എടുക്കാതെ നല്ലൊരു കോഴ്സ്, അതായത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് നോളേജ് തരുന്ന, നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കുന്ന ഉറപ്പ് തരുന്ന നല്ലൊരു കോഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യാം. എപ്പോഴും കോഴ്സിൻ്റെ അധിക പേരും ചോദിക്കുക കോഴ്സിൻ്റെ റേറ്റാണ്, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഫീ ആണ്. ഇവിടെ ഇത്ര ഫീ, അവിടെ ഇത്ര ഫീ അല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ ഫീ വെച്ചല്ല കോഴ്സസിനെ കമ്പയർ ചെയ്യേണ്ടത്. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കോഴ്സിലെ നോളേജ്, നിങ്ങൾക്ക് എത്രത്തോളം നോളേജ് കിട്ടുന്നു, ആ കോഴ്സിന് മുമ്പ് പഠിച്ച സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക്, അവരിപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങളൊരു ഫീനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ഇടുമ്പോൾ ആ ക്യാപിറ്റലിനെ കുറിച്ചാണ് എപ്പോഴും എല്ലാവർക്കും വിഷമം. ഇത്ര ക്യാപിറ്റൽ ഇടണോ, ഞാൻ 10 ഇട്ടാൽ പോരെ, 100 ഇട്ടാൽ പോരെ, 1000 ഇട്ടാൽ പോരെ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാറ്റി നിർത്തിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് നോളേജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കൂ. ഡെമോ ചെയ്യൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. എത്രത്തോളം നോളേജ് നേടിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നോളേജ് നേടിയെടുക്കുക. എന്നിട്ട് ബിഗിനർ ലെവൽ തൊട്ട് തന്നെ പഠിക്കുക. എന്നിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് വരെ എല്ലാ സ്റ്റെപ്പും പഠിക്കുക. ചിലപ്പോൾ ട്രേഡിങ്ങിൻ്റെ നിങ്ങൾ ബിഗിനർ ലെവലൊന്നും പിന്നീട് യൂസ് ചെയ്യില്ല. ചിലപ്പോൾ ബിഗിനറായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കാൻഡിൽ പാറ്റേൺ പഠിച്ചതൊന്നും സ്മാർട്ട് മണി പഠിച്ച ആൾക്കാർ പിന്നീട് യൂസ് ചെയ്തു എന്ന് വരില്ല. അത് വിചാരിച്ച് ഡയറക്റ്റ് സ്മാർട്ട് മണിയിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ICTയിലേക്ക് ജമ്പ് ചെയ്യല്ല വേണ്ടത്. ഒരു ട്രേഡർ എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും ബിഗിനർ ലെവൽ, ഇൻഡിക്കേറ്റർ, ടെക്നിക്കൽ, ഫണ്ടമെൻ്റൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ എല്ലാം പഠിക്കുക. വളരെ ക്ഷമയോടെ തന്നെ
മുന്നോട്ട് പോവുക. സോ ഇങ്ങനെയാണ് ട്രേഡിംഗ് പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ട്രേഡിംഗ് ഹിസ്റ്ററി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ദിവസവും ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണ് വന്നത് അതിൻ്റെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക. ട്രേഡിംഗ് ജേർണൽ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യില്ലേ, അതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. സോ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും മെൻറ്റർഷിപ്പ് എടുത്തിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പക്ഷെ പഠിച്ച് ആ ഒരു പഠിച്ച കാര്യങ്ങളെ പ്രാക്ടിക്കൽ ആക്കുന്നതിലാണ് നിങ്ങളുടെ കഴിവ്. സോ ഇങ്ങനെയൊക്കെയാണ് ട്രേഡിങ്ങിന് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കേണ്ടത്. സോ ഇതിൽ വലിയ കൂടുതൽ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം പഠിക്കൂ, നോളേജ് നേടൂ, എന്നിട്ട് റിയൽ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ചും ക്യാപിറ്റലിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി പഠിച്ച് നോളേജ് നേടിയെടുത്തവരാണ് നിങ്ങൾ, റിയൽ എമൗണ്ട് ഇടാൻ പോകുന്നവരാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബ്രോക്കറെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. നമ്മുടെ ബ്രോക്കറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഒരു ട്രേഡിംഗ് പഠിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഇത് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്ന് ചോദിക്കുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കായിട്ട് വന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഡൗട്ടൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.